രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 180ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം, ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, ബുധനാഴ്ച 12 മണിക്ക് ശങ്കരാചാര്യ സ്വാമികളുടെ പ്രശസ്തമായ ഭജഗോവിന്ദം പഠിപ്പിക്കുന്നു, വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതി എഴുതിയ ജയദേവ കവിയുടെ അസാധാരണമായ പ്രണയ കഥകളിലൂടെ കടന്നു പോകുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് തന്നെ ഞാൻ കൊല്ലത്താണ്. എൻ്റെ അടുത്ത് നേരിട്ട് ചേർന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ എൻ്റെ 96453339 വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നുള്ളതാണ് എൻ്റെ ഇത്. പുതിയ ബാച്ച് ഞാൻ ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ 96453339 വാട്സപ്പാണ്. വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ തികച്ചും സൗജന്യമായിരിക്കും. പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. പിന്നെ രാധികാ കവചൻ 2 എണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ട അർത്ഥം മനസ്സിലാക്കിയിട്ട് ഈ 2 രാധികാ കവചവും ചൊല്ലിയിട്ട് വേണം രാധാ സഹസ്രനാമം ചൊല്ലേണ്ടത്. അതേ കണക്ക് തന്നെ അതിനകത്ത് ഞാൻ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചുണ്ട്. കൃഷ്ണന്റെ പുനരവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക. ജനനം മുതൽ മരണം വരെയുള്ള ശ്രീബുദ്ധന്റെ ജീവിത കഥയാണത്, അത് നിങ്ങൾ കേൾക്കുക. അതോടൊപ്പം തന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്, അതെല്ലാം കേൾക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ എന്നും രാവിലെ നിങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ് കിട്ടും. അതുപോലെ തന്നെ ഞാൻ ലളിതാ സഹസ്രനാമം ഷോർട്ട് വീഡിയോ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അതും കേൾക്കുക. അതിൻ്റെ ലിങ്ക് വേണ്ടവർ പറഞ്ഞാൽ നിശ്ചയമായും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ
ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ അതെ ഈ രാധാഭക്തരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഒരു മെസ്സേജ് എങ്കിലും അയച്ചിരിക്കണം. ഒരു ഗുഡ് മോർണിംഗോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ വയ്യാത്ത ഒരു വോയിസ് മെസ്സേജ് രാധേ രാധേ എന്നോ അയക്കണം. അതില്ലാത്ത ആരെയും അതിനകത്ത് ഉൾക്കൊള്ളിക്കത്തില്ല. ഇനി ഞങ്ങളുടെ ഗ്രൂപ്പ് വളരെ ആക്റ്റീവാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആരംഗമായി ചേർന്നാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുകൾ, അതായത് നിങ്ങൾക്ക് അഷ്ടപതി പാടാം, നാരായണീയം പാടാം, ഭജഗോവിന്ദം പാടാം. അത് നമ്മൾ രാധയുടെ പ്രണയത്തിലോ എൻ്റെ ഏതെങ്കിലും വീഡിയോയിലൊക്കെ ഞാനത് ഉൾക്കൊള്ളിക്കുന്നതാണ്. അത് ഈ ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് വേണ്ടി മാത്രമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അപ്പം അതിനകത്ത് ഞങ്ങൾക്ക് ഇത് ഇപ്രാവശ്യം ഞങ്ങളുടെ ഗായത്രിയാണ്. ഞങ്ങളുടെ ഗായത്രി പിന്നെ എന്ത് ചെയ്തിരിക്കുന്നു, പിന്നെ അഷ്ടപതിയുടെ ഒരു 4 വരി അതിമനോഹരമായി പാടി തന്നിരിക്കുന്നു. ശ്ലോകം നോക്കൂ. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും കഴിവുണ്ട്, അഷ്ടപതി പാടിയിടണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങളുടെ രാധാഭക്തരുടെ ഗ്രൂപ്പിൽ വരിക. രാധാഭക്തരുടെ ഗ്രൂപ്പിൽ വന്ന് ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ പാടിയിട്ടിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലി പറയുക, സാറേ എൻ്റെ ഇതും കൂടെ ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നാരായണീയത്തിലോ ഇതിലോ ഭജഗോവിന്ദത്തിലോ നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥത, ഭഗവാനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇതാ ഗായത്രി, ഞങ്ങളുടെ രാധാഭക്തരുടെ ഗ്രൂപ്പിൽ അതിമനോഹരമായിട്ട് അഷ്ടപതി പാടിയിടുന്ന ഗായത്രി. അപ്പൊ ഗായത്രിക്ക് ജയദേവ കവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനിയും ആ രാധാഭക്തരുടെ ഗ്രൂപ്പിലുള്ള സകല ആളുകൾക്കും കൂടുതൽ എന്താണ് നാരായണീയവും ഒക്കെ വായിച്ച് അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമവും ഇതൊക്കെ ചൊല്ലിയിടാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ. എൻ്റെ ഗ്രൂപ്പിലുള്ളവരും കേൾക്കുക, രാധാഭക്തരുടെ ഗ്രൂപ്പിലുള്ളവർ കേൾക്കുക. നിങ്ങൾക്ക് ഇതേ കണക്ക് 4 വരി പാടി എനിക്ക് പേഴ്സണലി അയച്ചു തന്ന് രാധാമാധവൻ ഗ്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞാൽ അത് രാധാമാധവല്ല, ഞങ്ങളുടെ പുതിയ രാധാഭക്തരുടെ ഗ്രൂപ്പിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായും അത് ചെക്ക് ചെയ്ത് സത്യമാണെങ്കിൽ ഇതിനകത്ത് ഇടുന്നതാണ്. ഇതാ നമ്മുടെ ഗായത്രി, നമ്മുടെ പ്രിയപ്പെട്ട ഗായത്രി അതിമനോഹരമായി ആലപിക്കുന്നു. അതിനുശേഷം രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. ഹരേ കൃഷ്ണ. പ്രളയപയോധി ജലേ ഹരേ മുകുന്ദ ധൃതവാനസി വേദം. ഹരേ കൃഷ്ണ. പ്രളയപയോധി ജലേ ഹരേ മുകുന്ദ ധൃതവാനസി വേദം. ഹരേ കൃഷ്ണ. വിഹിതവഹിത്രചരിത്രമഖേദം. വിഹിതവഹിത്രചരിത്രമഖേദം. കേശവാധൃത മീനശരീര ജയ ജഗദീശ ഹരേ ഗോപാലകൃഷ്ണ ജയ ജഗദീശ ഹരേ. क्षिदिरति विपुलतरे हरे मुकुन्द
तव तिष्ठति पृष्ठे हरे कृष्णा क्षितिरति विपुलतरे हरे मुकुन्द तव तिष्ठति पृष्ठे हरे कृष्णा धरणिधरणकिण चक्रगरिष्ठे धरणिधरणकिण चक्रगरिष्ठे केशवाधृत कच्छपरूपा जय जगदीश हरे गोपालकृष्ण जय जगदीश हरे. അപ്പോൾ ഞങ്ങളുടെ രാധാറാണിയുടെ ഗോലോക ഭക്തർ എന്ന ഗ്രൂപ്പ്, രാധാറാണിയുടെ ഗോലോക ഭക്തർ എന്ന രാധാഭക്തരാണ്, കറകളഞ്ഞ രാധാഭക്തരാണ്. അതോടൊപ്പം കൃഷ്ണഭക്തരും. അങ്ങനെ കറകളഞ്ഞ രാധാഭക്തരും കറകളഞ്ഞ കൃഷ്ണഭക്തരും ഒന്നിച്ചു ചേരുന്ന, മനസ്സിലായില്ലേ, ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ ഗായത്രി അത് മനോഹരമായി പാടി. നിങ്ങളത് കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രാധയുടെ പ്രണയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാനെങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. അതീവ വിശുദ്ധമാണ് ആ വീഡിയോ നിങ്ങൾ നിശ്ചയമായും കേട്ടിരിക്കണേ. ഒരു കാരണവശാലും മിസ്സാകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ 96453339 മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്കത് തരുന്നതാണ്. അപ്പോൾ രാധയുടെ പ്രണയം എവിടെയാണ് നമ്മൾ നിർത്തിയത്? ഇല്ലേ, അയനും അമാവാസ്യയുടെ അടുക്കലേക്ക് അയാൾ വരികയാണ്. എന്നിട്ട് അയാൾ അയനോടും അമാവാസ്യയോടും പറയുകയാണ്, നിങ്ങൾ കരുതും നിങ്ങൾ രാധയെ പറ്റിക്കുകയാണെന്ന്. പക്ഷേ അമാവാസ്യ, നിങ്ങൾ രാധയല്ല, രാധ നിങ്ങളെയാണ് പറ്റിക്കുന്നത്. അത് നിങ്ങൾ അറിയുന്നില്ല. എന്നിട്ട് അയനോട് പറഞ്ഞു, അവളുടെ അനുവാദമില്ലാതെ അവളുടെ ദേഹത്ത് തൊടാൻ നിനക്ക് കഴിയില്ല. അപ്പോൾ അയൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ ദേഹത്ത് തൊടുന്നോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പൊ വന്നാട് പറഞ്ഞു, അല്ല, നീ അല്ല, നിനക്കൊന്നും തീരുമാനിക്കാനുള്ള അധികാരമില്ല. അത് തീരുമാനിക്കുന്നത് മറ്റൊരാളാണ്. അപ്പോൾ അയൻ ചോദിച്ചു, ആരാണത്? അപ്പോൾ ആ വ്യക്തി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നാരായണ. ആ വ്യക്തി നടന്നകന്നു. ആരായിരിക്കാം ഈ വ്യക്തി? ഒരുപാട് പേരെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. അതാരാണെന്ന് പറയാം, ഇപ്പോഴല്ല, അതിൻ്റെ സന്ദർഭം കൃത്യമായി വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ അയൻ വല്ലാതെ സ്തംഭിച്ചു നിൽക്കുകയാണ്. അമാവാസിയാകട്ടെ വല്ലാതെ ഭയന്നു പോയി. അപ്പോൾ അയനും അമാവാസിയെയും വീട്ടിനുള്ളിലേക്ക് കയറി. ഒന്നും മിണ്ടാതെ അയൻ അവിടുത്തെ ആട്ടുകട്ടലിൽ ഇരുന്നു, അമാവാസിയെയും ഇരുന്നു. അപ്പോൾ അമാവാസ്യ പറഞ്ഞു, ഇതാരാണീ വന്നത്? ഇത് ദേവലോകത്ത് നിന്ന് ആരെങ്കിലും ആണോ? എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു അയൻ, എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു അയൻ പറഞ്ഞു, നീ ഭയക്കണ്ട എന്ന് പറയുന്നെങ്കിലും അയന്റെ സ്വരത്തിലും ഒരു ചെറിയ വിറയലുണ്ടായിരുന്നു. അയന് ഒന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ ഉടനെ അമാവാസ്യ പറഞ്ഞു, ഇത് നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് അയൻ. ഈ രാധ ഒരു സാധാരണ സ്ത്രീയല്ല, ഇത് അസാധാരണമായ ഒരു സ്ത്രീയാണിത്. അയൻ നമ്മൾ എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്? അപ്പോൾ അയൻ പറഞ്ഞു, നീ സമാധാനപ്പെടൂ. ആ സമയത്ത് അവര് കാണുകയാണ്, ആ വീടിന്റെ വാതിലിൽ, ആ തുറന്നിട്ടിരിക്കുന്ന വീടിന്റെ വാതിലിൽ നേരത്തെ കണ്ട അതേ ആൾ, അദ്ദേഹം പറഞ്ഞു, അയൻ രാധ നാരായണനുള്ളതാണ്, സാക്ഷാൽ നാരായണനുള്ളതാണ്.
നാരായണൻ വന്നു കഴിഞ്ഞു, നാരായണൻ വന്നു കഴിഞ്ഞു, നാരായണൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു. രാധാ നാരായണ സംഗമം, രാധാ നാരായണ സംഗമം. ഭൂമിയിലേക്ക് വന്ന നാരായണന്റെ നാമം മറ്റൊന്നാണ്. അത് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ, അത് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ആ വ്യക്തിയുടെ കയ്യിൽ ഒരു വീണ, കഴുത്തിലൊരു മാല. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാരായണ നാരായണ. 2 ചുവട് വെച്ചിട്ട് പറഞ്ഞു, രാധേ രാധേ. പെട്ടെന്ന് അയാൾ അപ്രത്യക്ഷമായി. അപ്പോൾ ഉടനെ അമാവാസി പറഞ്ഞു, നാരദ മഹർഷിയല്ലേ ഇത് നാരദ മഹർഷിയല്ലേ? അപ്പോൾ അയൻ പറഞ്ഞു, ഇത് നാരദ മഹർഷി തന്നെ, ഇത് നാരദ മഹർഷി തന്നെ. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരു നിമിഷം അയൻ പറഞ്ഞു, ഒരുപക്ഷെ നമ്മുടെ ഭയത്തിൽ നിന്നുണ്ടായ തോന്നലാകാം, ഇത് നമ്മുടെ ഭയത്തിൽ നിന്നുണ്ടായ തോന്നലാകാം. അപ്പൊ അമാവാസ്യ പറഞ്ഞു, തോന്നലല്ല, നമ്മൾ രണ്ടുപേരും കണ്ടതല്ലേ. അപ്പോൾ അയൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇത് ഏതോ ഒരു മായക്കാഴ്ചയാണ്. ഈ വന്നത് നാരദരോ, നമ്മൾ കേട്ടത് സത്യമോ? ഒരുപക്ഷെ നമ്മുടെ മനസ്സിലെ ഭയത്തിന്റെ പ്രതികരണമാകാം ഇത്. പക്ഷെ അമാവാസ്യയ്ക്ക് തൃപ്തി വന്നില്ല. അരൻ അമാവാസ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കട്ടിലിൽ പോയി കിടന്നു. പക്ഷെ ആ ആലിംഗനത്തിൽ പഴയ ശക്തിയില്ലായിരുന്നു. അയന്റെ ശക്തി മുഴുവനും ചോർന്നു പോകുന്നത് പോലെ, പഴയതുപോലെ അമാവാസ്യയും ഭയന്ന് വിറച്ച ഒരു മാൻപേടയെ പോലെ ഇങ്ങനെ ഒട്ടി നിന്നു. ഈ സമയത്ത് രാധാറാണിയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സുഖമായി മയങ്ങുന്ന രാധാറാണി. അപ്പൊ സമീപത്തായിട്ട് വരികയാണ് ഓടക്കുഴല്. മഞ്ഞപ്പട്ടുടയാടയിൽ തിരികിക്കൊണ്ട്, മയിൽപ്പീലി വെച്ചുകൊണ്ട്, എന്നാൽ മുഖം മറച്ച സാക്ഷാൽ ശ്രീകൃഷ്ണൻ, സാക്ഷാൽ കറുമ്പൻ വന്നിട്ട് പറയുകയാണ്, രാധേ രാധേ, നിന്റെ വിവാഹ ദിവസം അടുത്തു വരുന്നു. ഒരു കാര്യം മാത്രം നീ ചിന്തിക്കുക, നീ എനിക്കുള്ളതാണ്. നിന്റെ കഴുത്തിൽ ഞാൻ തന്നെയാണ് താലി കെട്ടുന്നത് രാധേ. നിന്റെ ദേഹത്ത് ഞാനല്ലാതെ മറ്റൊരു പുരുഷനും സ്പർശിക്കില്ല രാധേ. പെട്ടെന്ന് രാധാറാണി ഞെട്ടി ഉണർന്നു. അപ്പോൾ അവിടെ ആരുമില്ല, ഒരാൾ പോലും അവിടെ ഇല്ല. പക്ഷെ ആ വാക്ക് രാധാറാണിയെ വല്ലാതെ സന്തോഷിപ്പിച്ചു. നിന്റെ കഴുത്തിൽ ഞാനാണ് താലി കെട്ടുന്നത്, അപ്പോൾ എൻ്റെ വിവാഹം അടുത്തു വരുന്നു. അപ്പൊ രാധാറാണി വിചാരിച്ചു, അങ്ങനെയെങ്കിൽ അയൻ എന്ന പേരിൽ എന്നെ സമീപിക്കുന്നത് സാക്ഷാൽ കണ്ണനുണ്ണി തന്നെയാണ്, എൻ്റെ കറുമ്പൻ തന്നെയാണ്. കാരണം അല്ലെങ്കിൽ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് അവൻ തന്നെയായിരിക്കും എന്നെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? എൻ്റെ ദേഹത്ത് അവനല്ലാതെ ആരും തൊടില്ല എന്ന് പറയണമെങ്കിൽ നിശ്ചയമായും അത് കറുമ്പനായിരിക്കില്ലേ? കള്ളൻ അയനെന്ന പേരും സ്വീകരിച്ച് എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. ഇവനൊരു കുസൃതിയാണ്, ഇവനൊരു വല്ലാത്ത കുസൃതിയാണ്. ദിവസങ്ങൾ കടന്നു. നാളെയാണ് രാധയുടെ വിവാഹം. അതേ, തൻ്റെ കറുമ്പൻ തന്നെ താലി കെട്ടുന്ന ദിവസം. തൻ്റെ കണ്ണനുണ്ണി തന്നെയാണ് അയൻ. അല്ലെങ്കിൽ അവൻ എങ്ങനെ പറയും നിന്റെ ദേഹത്ത് മറ്റാരും തൊടില്ല എന്ന്? അവൻ വേറൊരാളാണെങ്കിൽ, അയൻ മറ്റൊരാളാണെങ്കിൽ, കറുമ്പാ എൻ്റെ ദേഹത്ത് അവര് തൊട്ടല്ലേ പറ്റൂ. അപ്പം നീ തന്നെയാണ് തൻ്റെ കറുമ്പനെ താൻ സ്വന്തമാക്കാൻ പോവുകയാണ്. വിവാഹ ദിവസം തലേന്ന് രാത്രി രാധാറാണി ഇങ്ങനെ തൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പൂർണ്ണ ചന്ദ്രൻ എങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണ്. രാധാറാണി കാണുകയാണ്, ബർസാന മുഴുവനും ഒരു ഉത്സവം പോലെ കൊണ്ടാടുകയാണ്. അവരുടെ രാജകുമാരൻ
രാജകുമാരിയുടെ വിവാഹമാണ് നാളെ, അവരുടെ രാജകുമാരിയുടെ വിവാഹമാണ് നാളെ. അപ്പോൾ വിവാഹ ദിവസം തലേന്ന് രാത്രി ആ വരൻ വരുന്ന വഴി മുഴുവനും വൃത്തിയാക്കാൻ നിരവധി തൂപ്പുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അവരവിടമെല്ലാം തൂത്ത് വൃത്തിയാക്കുന്നു. റോഡിന്റെ ഇരുവശവും നാട്ടിയ മുളകളിൽ കാവിക്കൊടികൾ പറക്കുകയാണ്. സംഗീതജ്ഞന്മാർ എത്തിത്തുടങ്ങി. ചിലരുടെ കയ്യിൽ വീണ, ചിലരുടെ കയ്യിൽ സിമ്പൽ, ചിലരുടെ കയ്യിൽ ഡ്രം, ഇതെല്ലാമായി അവരെത്തിക്കഴിഞ്ഞു. ധാരാളം സ്ത്രീകള് കൊട്ട നിറയെ പൂക്കളുമായി ഗ്രാമാതിർത്തിയിൽ നിൽക്കുകയാണ്. എന്തിനെന്നറിയാമോ? വരൻ വരുമ്പോൾ പൂക്കൾ വിതറാൻ. അങ്ങനെ പൂക്കൾ വിതറി 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 കല്യാണ മണ്ഡപം വരെ ഈ പൂക്കൾ വിതറിക്കൊണ്ടിരിക്കും. ആ പൂവിൽ ചവിട്ടിയാണ് ആര് വരേണ്ടത്? വരൻ വരേണ്ടത്. വരന്റെ കാലിൽ മണ്ണ് പറ്റാൻ പാടില്ല. അത്രയ്ക്ക് പൂക്കളാണ് വിതറേണ്ടത്. അതിനെല്ലാം ആളുകള് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. രാധാജി ടെറസിന്റെ മുകളിൽ നിന്ന് ഇതൊക്കെ എന്ത് ചെയ്യുന്നു? കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് രാധാറാണിയുടെ മനസ്സിൽ കാരണമില്ലാത്ത ഒരു ഭയം വന്നു. കാരണമില്ലാത്തൊരു ഭയം വന്നു. അയൻ എന്നത് കണ്ണനല്ലെങ്കിൽ, അയൻ എന്നത് കണ്ണനല്ലെങ്കിൽ ആ ഓർമ്മയിൽ തന്നെ വല്ലാതെ നടുങ്ങിത്തെറിച്ചു. അപ്പൊ രാധാജിക്ക് അസ്വസ്ഥതയായി. അപ്പൊ രാധാജി നേരെ മട്ടുപ്പാവ് വിട്ട് തൻ്റെ മുറിക്കുള്ളിലേക്ക് കയറി. മുറിക്കുള്ളിലേക്ക് കയറി അങ്ങനെ കിടക്കുകയാണ്. നാളെ വരുന്ന അയൻ, അയൻ അവൻ കറുമ്പനല്ലെങ്കിൽ, കറുമ്പനല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് 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 എപ്പോഴോ എപ്പോഴോ രാധാറാണി ഒന്നുറങ്ങി. ആ സമയത്ത് തൻ്റെ ദേഹത്തൊരു മൃദുസ്പർശം അനുഭവപ്പെടുന്നത് പോലെ തോന്നി. തൻ്റെ നെറ്റി മുതൽ പാദം വരെ മയിൽപീലി കൊണ്ടാരോ ഒഴിയുന്നതായി തോന്നി. വല്ലാതെ തൻ്റെ ഹൃദയം തരളിതമാകുന്നത് പോലെ തോന്നി. സാന്ദ്രമധുരമായ ആ ശബ്ദം, ആ വിളി തൻ്റെ കാതുകളിൽ മുഴങ്ങുന്നത് തിരിച്ചറിഞ്ഞു. രാധേ, രാധേ, നീ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്? ആരോ തൻ്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ചതുപോലെ തോന്നി. അതെ, അത് തൻ്റെ കറുമ്പൻ തന്നെ, അത് തൻ്റെ കറുമ്പൻ തന്നെ. രാധാജി വ്യക്തമായി കാണുകയാണ്. രാധാജിയുടെ മുഖം അവനിങ്ങനെ കൈകൊണ്ട് തലോടി, തലോടിയിട്ട് പറഞ്ഞു, രാധേ, ഞാൻ ഒരു വാക്കു പറഞ്ഞാൽ പറഞ്ഞതാണ്. നോക്കൂ രാധേ, ഈ പ്രപഞ്ചം സാക്ഷിയാക്കി ഞാൻ പറയുന്നു, നിന്റെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുമെങ്കിൽ നിശ്ചയമായും അത് ഞാനായിരിക്കും, നിശ്ചയമായും അത് ഞാനായിരിക്കും. നിന്റെ ദേഹത്ത് ഞാനല്ലാതെ മറ്റൊരാൾ സ്പർശിക്കുകയില്ല, മറ്റൊരാൾ സ്പർശിക്കുകയില്ല രാധേ. അതിനുശേഷം അവൻ രാധാറാണിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു, കണ്ണുകളിൽ ഉമ്മ വെച്ചു, ചുണ്ടുകളിൽ ഉമ്മ വെച്ചു, കഴുത്തിൽ ഉമ്മ വെച്ചു, മാറിടങ്ങളിൽ ആ ചുണ്ടുകൾ തത്തിക്കളിച്ചു. അതേ, രാധാറാണിയുടെ ശരീരഭാഗങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് ചുംബനം കൊണ്ട് മൂടി. രാധാറാണി ആ കറുമ്പനെ വരിഞ്ഞു മുറുക്കി. അവൻ രാധാറാണിയുടെ ചുണ്ടുകളിലെ തേൻ നുകർന്നെടുത്തു. പരസ്പരം വാരി പുണർന്നു, വാരി പുണർന്ന് ഒടുവിൽ അവൻ സുഖകരമായ ഒരാലസ്യത്തിൽ രാധാജിയുടെ നെഞ്ചിലിങ്ങനെ കിടന്നു, നെഞ്ചിലിങ്ങനെ കിടന്നു. എത്ര നേരം കിടന്നു എന്നറിയില്ല. ഒടുവിൽ അവൻ എഴുന്നേറ്റു. രാധാജിയുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, സമാധാനമായിരിക്കൂ രാധേ, നിന്റെ കൂടെ ഒരു നിഴല് പോലെ ജീവിത അവസാനം വരെ ഞാൻ ഉണ്ടാകും, ജീവിത അവസാനം വരെ ഞാൻ ഉണ്ടാകും. ഇത് നിന്റെ കണ്ണനുണ്ണിയുടെ വാക്കാണ്. പെട്ടെന്ന് കറുമ്പൻ എങ്ങോട്ടോ പോയി മറഞ്ഞു. ആ സമയത്ത് രാധാജി കണ്ണനുണ്ണി എന്ന് വിളിച്ചുകൊണ്ട് കട്ടിലിൽ നിന്ന് ചാടിയങ്ങ് എഴുന്നേറ്റ് നോക്കി. താൻ കണ്ടത് സ്വപ്നമാണോ സത്യമാണോ, താൻ കണ്ടത് സ്വപ്നമാണോ സത്യമാണോ നോക്കിയപ്പോൾ തൻ്റെ പൂഞ്ചേര അയഞ്ഞു കിടക്കുന്നു.
തൻ്റെ വസ്ത്രങ്ങൾ സ്ഥാനം മാറിക്കിടക്കുന്നു. തൻ്റെ കിടക്കയിൽ ഒരു മയിൽപ്പീലിയുണ്ട്. രാധാജി ഒരു ഞെട്ടലോടെ കണ്ടു. തൻ്റെ ചുണ്ടുകളിൽ അതേ അവൻ്റെ ആരോ ഇങ്ങനെ ചുണ്ടുകളിൽ വന്ന ബന്ധക്ഷതം, പല്ലിൻ്റെ പാട്, തൻ്റെ കവിളുകൾ ചുംബനമേറ്റ് ചുമന്നിരിക്കുന്നു. അപ്പോൾ തൻ്റെ ശരീരഭാഗങ്ങളിൽ തൊട്ടത് അവൻ തന്നെ. അവൻ വന്നു. രാധാറാണി വല്ലാത്ത സുഖകരമായ ഒരു ആലസ്യത്തിൽ അങ്ങനെ കിടന്നു. അങ്ങനെ വിവാഹ ദിവസം നേരം പുലർന്നു. പതിവിലും നേരത്തെ ദായ്മ വന്ന് രാധാറാണിയെ ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, ഇതെന്താണ്? ഇന്നല്ലേ ദായ്മയുടെ കൻഹിയുടെ വിവാഹം, ഇന്നല്ലേ അവര് രാധാറാണിയെ കുളിപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? കുങ്കുമം കലർത്തിയ ഖീർ തന്നു. അത് രാധാറാണിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഖീർ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇന്ന് മുഴുവൻ നിനക്ക് തിരക്കായിരിക്കും. അപ്പോ നീ വല്ലാതെ ക്ഷീണിച്ചു പോയാലോ? ഈ ഖീറുണ്ടല്ലോ, ഇത് കുങ്കുമം കലർത്തിയതാണ്. ഇത് കഴിച്ചാൽ ഇന്നത്തെ ദിവസം മോക്ക് യാതൊരുവിധ ക്ഷീണവും വരില്ല. രാധാറാണി അത് കുടിച്ചു. അപ്പോൾ പറഞ്ഞു, മോൾ ഇനി വിശ്രമിക്കുക കേട്ടോ. ദേ പുറത്തെ സംഗീതമൊക്കെ കണ്ട അതൊക്കെ ആസ്വദിക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാനും കീർത്തിമായും ചെയ്യുന്ന ഈ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ നോക്കി നിൽക്ക്. ഞാൻ എന്നിട്ടേ ജോലിക്കാരോട് പറയാം, മോളുടെ പാദം തിരുമാൻ വരാനായിട്ട്, കയ്യിൽ മൈലാഞ്ചി പുരട്ടി തരാൻ വരാനായിട്ട് പറയാം കേട്ടോ. എന്നിട്ട് ദായ്മ രാധാറാണിയുടെ മുഖം ഇങ്ങനെ കോരിയെടുത്തു. നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ദായ്മയുടെ കണ്ണ് നിറഞ്ഞുപോയി. നാളെ ഇന്ന് വരെ രാധാറാണി ജനിച്ച് ഈ നിമിഷം വരെ രാധാറാണിയുടെ അവകാശം തനിക്കായിരുന്നു. എൻ്റെ സർവസ്വവുമായിരുന്നു രാധ. ഞാനാണ് അവളെ കുളിപ്പിച്ചത്, ഞാനാണ് അവളെ ഒരുക്കുന്നത്, ഞാനാണ് അവളെ ഉണർത്തുന്നത്, ഞാനാണ് അവളെ ഉറക്കുന്നത്. ഇന്നു മുതൽ അവൾക്ക് മറ്റൊരു അവകാശം വരികയാണ്. ദായ്മ രണ്ടാം സ്ഥാനത്തേക്ക് വരികയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണ് നിറയാതെ അയാൾ നോക്കിയാൽ മതിയായിരുന്നു. ദായ്മയുടെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞു വന്നു. പെട്ടെന്ന് അത് മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ദായ്മ പറഞ്ഞു, എവിടെ പോയി ഈ തോഴികളൊക്കെ, എവിടെ പോയി? പുറത്ത് നിൽക്കുന്ന കുറച്ച് തോഴിമാരെ നോക്കിയിട്ട് പറഞ്ഞു, വന്നേ എൻ്റെ കൻഹിയുടെ പാദം തിരുമേ, എൻ്റെ കൻഹിയുടെ പാദം തിരിഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ദായ്മ പോയി. പക്ഷേ ദായ്മയുടെ കണ്ണ് നിറയുന്നത് രാധാറാണി കണ്ടിരുന്നു. അതേ, തന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ഈ ദായ്മ. അപ്പോൾ എന്ത് ചെയ്തു? രാധാറാണി തിരികെ തൻ്റെ മുറിയിലേക്ക് പോയി. കണ്ണുകളടച്ചു. എൻ്റെ കറുമ്പൻ ഇന്നലെ എത്തി. അവൻ എൻ്റെ കണ്ണൻ തന്നെ. രാധാറാണിയുടെ കണ്ണ് നിറഞ്ഞു. എത്രയോ ജന്മങ്ങളായി ഞങ്ങൾ ഒന്നാണ്. ഇനി എനിക്ക് അവൻ്റെ മുഖം കാണാൻ മണിക്കൂറുകൾ കഴിയുമ്പോൾ അയൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അവൻ എൻ്റെ അടുക്കലേക്ക് വരികയാണ്, എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ. അതേ, ഈ അയൻ കറുമ്പൻ തന്നെയെന്ന് രാധാറാണി ഉറപ്പിച്ചു. അവൻ എൻ്റെ അടുക്കലേക്ക് വരും, എൻ്റെ കൈ പിടിച്ച് യാഗാഗ്നിക്ക് 7 വലത്ത് വയ്ക്കും. ഈ സമയത്ത് വധുവിന് അണിയാനുള്ള വസ്ത്രങ്ങളുമായി ദായ്മയെത്തി. ആഭരണങ്ങളും കൊണ്ടുവന്നു. ആ സമയത്ത് തോഴിമാരും വന്നു. 2 പേര് രാധാറാണിയുടെ വസ്ത്രം മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? പനിനീരിൽ മുക്കിയ സ്പോഞ്ച് വെച്ച് രാധാറാണിയുടെ ദേഹം മുഴുവൻ തുടച്ചു. അതിനുശേഷം മുല്ലപ്പൂ നീരിനകത്ത് മുക്കി അത് വെച്ച് രാധാറാണിയുടെ ദേഹം മുഴുവൻ തുടച്ചു. രാധാജിയുടെ മുടിയൊക്കെ ഇങ്ങനെ പിന്നിയിട്ടു. 2 തോഴിമാര് വേറെ തോഴിമാര് രാധാറാണിയുടെ മുടി മുഴുവനും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. കൺമഷി കൊണ്ട് രാധാറാണിക്ക് കണ്ണെഴുതി.
മൂക്കിൽ സ്വർണ്ണ മുക്കുത്തി പതിപ്പിച്ചു, രാധാജിയുടെ മുഖത്ത് ചന്ദന തൈലം തേച്ചു, താടിയിലും കഴുത്തിലും മാറിടത്തിലും കസ്തൂരി പുരട്ടി, രാധാജിയുടെ ചുണ്ട് വെറ്റിലച്ചാറാൽ ചുവപ്പിച്ചു, പുരികക്കൊടിയുടെ നടുക്കൊരാൾ കുങ്കുമം തൊട്ടു, പേർഷ്യൻ ഗൾഫിലുള്ള ബസിര എന്ന് പറഞ്ഞ മുത്തുമണികൾ രാധാജിയെ അണിയിച്ചു, രത്നം പതിപ്പിച്ച വളകളിട്ടു, മരതക കല്ല് വെച്ച കമ്മലിട്ടു, ഇന്ദ്രനീല കല്ലും മുത്തും നെറ്റിയിലിങ്ങനെ പതിപ്പിച്ചു. എന്നിട്ട് അതിമനോഹരമായ വസ്ത്രം ധരിപ്പിച്ചു, നീല നിറത്തിലെ വസ്ത്രം ധരിപ്പിച്ചു. തോഴിമാര് പറഞ്ഞു, ദേവലോകത്ത് പോലും ഇങ്ങനെ ഒരു സുന്ദരിയില്ല. അപ്പൊ ദായിമ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ കണ്ണുപെടും എൻ്റെ കുഞ്ഞിന് എന്ന് പറഞ്ഞ് രാധാറാണിയുടെ ശിരസിന്റെ 2 ഭാഗങ്ങളിലും കൈവച്ചമർത്തിയിട്ട് പറഞ്ഞു, ഭൂ ഭൂ ദൃഷ്ടിദോഷം ഒഴിഞ്ഞുപോ, ദൃഷ്ടിദോഷം ഒഴിഞ്ഞുപോ. എന്നിട്ട് ദായിമ ആ രാധാജിയുടെ അടുത്ത് പറഞ്ഞു, ദായിമാടെ സുന്ദരിക്കുട്ടി, ദായിമാടെ കൻഹി, വാ നമുക്ക് വിവാഹത്തിന്റെ സമയമായില്ലേ, എൻ്റെ കണ്ണം വാ എന്ന് പറഞ്ഞ് രാധാറാണിയുടെ കൈ പിടിച്ച് താഴേക്ക് കൊണ്ടുപോയി. അവിടെ മുഴുവനും ഉത്സവ പ്രതീതിയാണ്, ഉത്സവ പ്രതീതിയാണ്. നിരവധി ഗ്രാമീണരെല്ലാം അവിടെ കൂടിയിരിക്കുകയാണ്. ഈ സമയത്ത് വരൻ വരുന്നതിൻ്റെ വാദ്യഘോഷം കേട്ടു തുടങ്ങി. വരൻ ഗ്രാമാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ആൾക്കാർ പൂക്കളിങ്ങനെ വാരി 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 എറിയാൻ തുടങ്ങി. അതെ, ഓരോ ചുവടും വെച്ച് ഓരോ ചുവടും വെച്ച് ആ അയൻ വരികയാണ്, അയൻ വരികയാണ്. ഓരോ ചുവടും മൃദുവായി വെച്ചുകൊണ്ട് അയൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ, ആ വരന്റെ ആൾക്കാർ വരുന്ന കൂട്ടത്തിൽ ക്ഷണിക്കാത്ത ഒരു അതിഥി ഉണ്ടായിരുന്നു. മുഖം മുഴുവൻ മറച്ചുകൊണ്ട് പയ്യെ പയ്യെ നടക്കുന്ന ഒരു അതിഥി. അവരാരും വിവാഹത്തിന് ക്ഷണിക്കാത്ത ഒരു അതിഥി ഉണ്ടായിരുന്നു. ആ ആളിന്റെ വരവ് അയൻ പോലും അറിഞ്ഞില്ല, ആ ആളിന്റെ വരവ് അയൻ പോലും അറിഞ്ഞില്ല. അത് മറ്റാരുമല്ല, അമാവാസ്യ. അമാവാസ്യ, ആ വരുന്നത് അമാവാസ്യായിരുന്നു. അയന്റെ ഓരോ ചുവടുവയ്പും, ആ ഓരോ ചുവടുവയ്പ്പിലും പൂക്കൾ വാരി വിതറുന്നു. അതേ, മുഖം മറച്ചുകൊണ്ട്, അതായത് താൻ ഉടുത്തിരിക്കുന്ന സാരിയുടെ തലപ്പ് ശിരസിലൂടെ വെച്ചുകൊണ്ട് അവൾ മന്ദം മന്ദം നടന്നു വരികയാണ്. അയൻ പോലും അറിയാതെ ഈ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് വരികയാണ്. കല്യാണ പന്തലിലേക്ക് രാധാറാണി എത്തി. വൃഷഭാനു രാധാജിയുടെ കൈ പിടിച്ചു മണ്ഡപത്തിലേക്ക് കയറ്റി. രാധാജിക്ക് തൻ്റെ കറുമ്പനെ കാണാൻ തിടുക്കമായി, തൻ്റെ കറുമ്പനെ കാണാൻ തിടുക്കമായി. അമാവാസ്യയ്ക്ക് രാധാറാണിയെ കാണാൻ തിടുക്കമായി, അമാവാസ്യയ്ക്ക് രാധാറാണിയെ കാണാൻ തിടുക്കമായി. മൂടുപടത്തിലൂടെ ഇടയ്ക്കിടയ്ക്ക് രാധാറാണി ഒളികണ്ണിട്ട് നോക്കുന്നുണ്ട്. എവിടെ എൻ്റെ കണ്ണൻ, എവിടെ എൻ്റെ കണ്ണൻ? ഇന്നലെ വന്ന് എൻ്റെ സർവസ്വവും കവർന്നെടുത്തവൻ എവിടെ, എവിടെ? അനവധി നാമങ്ങളുള്ള എൻ്റെ കണ്ണനുണ്ണി എവിടെ? ആ സമയത്ത് വരനും കൂട്ടരും അകത്തേക്ക് പ്രവേശിച്ചു. അമാവാസ്യയും പ്രവേശിച്ചു. രാധാറാണിയെ കണ്ട് അമാവാസ്യ സ്തബ്ധയായി പോയി, സ്തബ്ധയായി പോയി. ദേവലോക സുന്ദരി, ദേവലോക സുന്ദരി. അല്ല അല്ല, ദേവലോകത്തും ഇത്രയും വലിയ സുന്ദരി കാണില്ല. അമാവാസ്യയ്ക്ക് ലജ്ജ തോന്നി. ഈ സുന്ദരിയോടാണോ ഞാൻ മത്സരിക്കുന്നത്? ഈ സുന്ദരിയോടാണോ ഞാൻ മത്സരിക്കുന്നത്? നിശ്ചയമായും തനിക്ക് ഇവിടെ വെച്ച് അയനെ നഷ്ടപ്പെടും, നിശ്ചയമായും തനിക്ക് ഇവിടെ വെച്ച് അയനെ നഷ്ടപ്പെടും. ഈ സൗന്ദര്യം, ഈ സൗന്ദര്യം, ഇത് ദേവലോകത്തേക്കാൾ മികച്ചതാണ്. ഈ പെൺകുട്ടി സാധാരണ പെൺകുട്ടിയല്ല. ഒരു സാധാരണ മനുഷ്യ സ്ത്രീക്ക് ഇത്രയും സൗന്ദര്യം ലഭിക്കുമോ? അമാവാസ്യ തന്നെ ഒന്ന് നോക്കി, തൻ്റെ ശരീരത്തെ തന്നെ അമാവാസ്യയെ ഒന്ന് നോക്കി. അമാവാസ്യയ്ക്ക് വല്ലാത്ത ലജ്ജ തോന്നി. തൻ്റെ ശരീരം, അതേ, കാമാസക്തി ഉണർത്തുന്ന ശരീരമാണ്. പക്ഷേ രാധയുടെ അഴകുമായി നോക്കുമ്പോൾ ഒന്നുമല്ല, ഒന്നുമല്ല. അവൾ ഒന്നും മിണ്ടാതെ
അവൾ ഒന്നും മിണ്ടാതെ അവിടെ ഒരു ഇരിപ്പിടത്തിൽ വന്നിരുന്നു. അമാവാസ്യയുടെ 2 കണ്ണുകളും രാധാറാണിയിൽ തന്നെ തറഞ്ഞു നിന്നു. രാധാറാണിയിൽ തന്നെ തറഞ്ഞു നിന്നു. ഈ സമയത്ത് രാധാറാണി വീണ്ടും തൻ്റെ മൂടുപടം എന്ന് പറഞ്ഞാൽ നല്ല നൈസാണ്, ആ മൂടുപടത്തിലൂടെ ഒളി കണ്ടിട്ട് നോക്കി തൻ്റെ കറുമ്പനെ കാണാൻ, തൻ്റെ വരനെ കാണാൻ. പക്ഷേ വരനെ കണ്ടു, രാധാജി വരനെ കണ്ടു. അസാമാന്യമായ ഉയരവും അസാമാന്യമായ ശരീരഘടനയുമുള്ള ആരോഗ്യ ദൃഢഗാത്രൻ, തലയിൽ പിങ്ക് നിറത്തിലുള്ള ഒരു കെട്ട്, അത് കിരീടമായി അണിയിച്ചിരിക്കുന്നു. ഇളം വയലറ്റ് നിറത്തിലെ ധോത്തി കുർദ. കറുമ്പന്റെ മുഖം കാണാനുള്ള ആവേശത്തോടെ മൂടുപടത്തിലൂടെ നോക്കിയ രാധാറാണി സ്തംഭിച്ചുപോയി. രാധാറാണി ഉച്ചത്തിൽ വിളിച്ചു പോകണമെന്ന് തോന്നി. ഇതെന്റെ ആത്മാവിന്റെ പകുതിയല്ല. ജന്മജന്മാന്തരങ്ങളായി ഞാൻ ഒരാളുമായിട്ട് ഒന്നായിരുന്നു. അത് ഇവനല്ല. ഇവനെ വിവാഹം ചെയ്യാനല്ല ഞാൻ ആഗ്രഹിച്ചത്. രാധാജിയുടെ മനസ്സിലേക്ക് 1000 കൂർത്ത അമ്പുകൾ വന്ന് തറച്ചതുപോലെ രാധാറാണി പിടഞ്ഞു. രാധാറാണിയുടെ കണ്ണുകളിൽ കണ്ണുനീര് പൊടിഞ്ഞു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അതേ, ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തോന്നി, ഇതല്ല ഞാൻ കാത്തിരുന്ന വരൻ, ഇതല്ല. കണ്ണ നീ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. ഇന്നലെ വന്ന് നീ എന്റെ ശരീരം തന്നെ നീ കവർന്നെടുത്തു. എന്റെ മനസ്സ് അതിനു മുമ്പേ കവർന്നെടുത്തു. എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിനക്കെങ്ങനെ തോന്നി കണ്ണ? നീ പറഞ്ഞത് കള്ളമല്ലേ? എന്റെ കഴുത്തിൽ നീയല്ലാതെ ആരും താലി കെട്ടില്ല എന്ന് പറഞ്ഞു. എന്റെ ശരീരത്ത് നീയല്ലാതെ ആരും തൊടില്ല എന്ന് പറഞ്ഞു. നിന്റെ വാക്ക് ഞാൻ വിശ്വസിച്ചു. നീ അയൻ എന്ന പേരിൽ വരുമെന്ന് ഞാൻ കരുതി. ഇത് മറ്റൊരാളാണ്. എനിക്ക് ഇയാളെ വിവാഹം കഴിക്കണ്ട. കണ്ണ നീ എന്നെ ചതിച്ചു. ആ വേദന താങ്ങാൻ എനിക്ക് കഴിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൃഷ്ണൻ കൊടുത്ത വാക്കാണ്. രാധേ, നിന്റെ കഴുത്തിൽ ഞാൻ തന്നെയായിരിക്കും താലി കെട്ടുന്നത്. നിന്റെ ശരീരത്ത് മറ്റൊരാൾ തൊടില്ല. പക്ഷെ അയൻ വന്നിരിക്കുന്നു. താലികെട്ടിന് സമയമായി. അതേ, മുഹൂർത്തമെടുത്തു. വാദ്യമേളങ്ങൾ മുഴങ്ങി. അയൻ പന്തലിലേക്ക് കയറി. താലിയെടുത്തു. ഇനി എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നത്? രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.